പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴും നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം 1 കൊരിന്ത്യ ലേഖനം അതിൻ്റെ 15-ാം അധ്യായമാണ്. 1 കൊരിന്ത്യ ലേഖനത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു. വളരെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രാർത്ഥനയോടുകൂടെ ശ്രദ്ധയോടുകൂടെ നമുക്കായിരിക്കാം. ഇന്നും കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ സംസാരിച്ച കൊരിന്തിയ സഭയിൽ അവർ എഴുതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് പൗലോസ് ഈ വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്താണ് ആ ചോദ്യം എന്നുള്ളത് നമുക്കൊന്ന് വായിക്കാം. ഒരു കണക്ഷന് വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചതാണെങ്കിലും അതിൻ്റെ 12-ാമത്തെ വാക്യം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പോൾ മരിച്ചവരുടെ പുനരുത്ഥാനമില്ല എന്ന് ചിലർ പറയുന്നു. അപ്പം അതാണ് അവരുടെ ചോദ്യം, മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ടോ? അപ്പം അതിന് ആധാരമായി പൗലോസ് ആദ്യമായിട്ട് യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും അതിൻ്റെ സാക്ഷികൾ, പ്രവാചകന്മാർ, പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, അന്ന് 500-ലധികം പേർ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യവും 500-ലധികം പേർ അതിന് സാക്ഷികളായിരുന്നു എന്നുള്ളതും അവരിൽ പലരും ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ള പല കാര്യങ്ങളെക്കുറിച്ച് അവിടെ പറയുവാനായിട്ടിടയായി. അങ്ങനെ യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു വിഷയം പൗലോസ് അവിടെ ആദ്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിനുശേഷം പൗലോസ് പറയുന്നു, അങ്ങനെ ഈ വിശ്വസിക്കുന്നവരുടെ ഇടയിൽ അങ്ങനെ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ മരിച്ചവരുടെ പുനരുത്ഥാനമുണ്ട്. ഇപ്പൊ ഇനിയും മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ പിന്നെയും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഈ കൂടി വരുന്നതും നമ്മൾ പ്രസംഗിക്കുന്നതും എല്ലാ കാര്യവും വ്യർത്ഥമാണെന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പ്രാക്ടിക്കൽ, നമ്മുടെ വിശ്വാസത്തോടനുബന്ധിച്ച് നാം ഇത് ചിന്തിച്ചാലും നാം നമ്മെ തന്നെ ഒരു കാര്യം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നാം ഈ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം, അതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം, ഒരു ഹോപ്പ് നമ്മളെ ഇതിനകത്തൂടെ എല്ലാം നയിക്കുന്നത് നമ്മുടെ കർത്താവ് വീണ്ടും വരുമെന്നുള്ളതും നാം കർത്താവിനോടുകൂടെ എടുക്കപ്പെടുമെന്നുള്ളതും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനമായ ഒരു വിശ്വാസത്തിൻ്റെ ആധാരമായിട്ട് ഇരിക്കേണ്ടതെന്നുള്ള കാര്യവും ഈ ഭാഗങ്ങളിൽ ദൈവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കാര്യം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികയിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാതെ ക്രിസ്തുവിനെ അവർ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികളാകും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണെന്നുള്ളതാണ് ഈ ഭാഗങ്ങളിലൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മുടെ പലരും വിചാരിക്കും, നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, നമ്മൾ ചർച്ചിൽ വളരെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അപ്പോഴേത് ഇങ്ങനെ അങ്ങ് പോയാൽ പോരായോ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതികൾ കാര്യങ്ങളെല്ലാം ചെയ്തങ്ങ് പോയാൽ പോരായോ എന്നൊക്കെ പലരും ചിന്തിക്കും. എന്തിനാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്? കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അല്ലെങ്കിൽ ആ പ്രത്യാശയെക്കുറിച്ചും ഒക്കെ എന്തിനാണ് ഇത്രയും അധികം ചിന്തിക്കുന്നതെന്ന് നമുക്ക് പലരുടെ അകത്ത് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കാം. പക്ഷെ അത് സത്യമല്ല. നമ്മളെ നയിക്കേണ്ടത്, ഈ വിശ്വാസം വളരുവാൻ സഹായിക്കുന്നതെല്ലാം ഈ വലിയ പ്രത്യാശയാണ്, ഈ വിലയേറിയ ആ പ്രത്യാശയാണ് ദൈവം നമ്മളെ മുന്നോട്ട് നയിക്കുവാനായിട്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ വലിയൊരു പ്രത്യാശയായിട്ട് ഓരോ ദിവസവും നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇതായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പല കാര്യങ്ങളും നമുക്ക് ബിസി ആയിട്ട് മുന്നോട്ട് പോകാനാണ്. നമ്മുടെ മിനിസ്ട്രിയിലും കാര്യങ്ങളിലും ഒക്കെ നമ്മളങ്ങ് ബിസിയായി നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ പോലും ഈ കാര്യങ്ങളൊന്നും നാം മറന്നു പോകരുത്. ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു 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 നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്നുള്ള കാര്യം ദൈവമക്കൾ ഒരിക്കലും മറന്നു പോകരുത്. ഇനിയും അതിനോട് ഒരു കൺക്ലൂഷനായിട്ടാണ് 19-ാമത്തെ വാക്യത്തിൽ നമ്മളോട് പൗലോസ് പിന്നെയും ഓർമ്മിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു വാക്യം, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ.
ആ, അപ്പം നാം അറിയാതെ പതുക്കെ ഈ പ്രത്യാശയെക്കുറിച്ചും കർത്താവിന്റെ വരവിനെക്കുറിച്ചും ഒക്കെ നമുക്കിതെല്ലാം നമ്മുടെ ബുദ്ധിയിലുണ്ടെങ്കിലും നമ്മൾ ഇതിനെയൊക്കെ മറന്ന് നമ്മളിതിന്റെ ആ സീരിയസ്നെസ് നാം ഓർക്കാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പദം, നമ്മൾ ഈ ആയുസ്സിൽ മാത്രം, ഈ ആയുസ്സിൻ്റെതായ ആവശ്യങ്ങൾ, ഈ ആയുസ്സിൻ്റെതായ ഈ ജീവിതത്തിന്റെ നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ, പ്രത്യേകിച്ചും നമ്മൾ വിദേശത്ത് മറ്റിടത്തും ഒക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ നമ്മളെ ഡ്രൈവ് ചെയ്യാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. നമ്മുടെ അന്നത്തെ ഓരോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, ജോലിയെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, അല്ലെങ്കിൽ ഇവിടുത്തെ റെസിഡൻസിയെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, പഠനത്തെക്കുറിച്ചുള്ള ബേർഡനായിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആലോചനകളും ഒക്കെ ഇത് റിലേറ്റഡ് ആയിട്ട് മാറുമ്പോൾ പറ്റുന്ന വലിയൊരു കുഴപ്പം, നമ്മൾ ഈ പ്രത്യാശയെക്കുറിച്ചും കർത്താവിന്റെ വരവിനെക്കുറിച്ചും ഒക്കെ അങ്ങ് മറന്നുപോകും. ഈ കാര്യങ്ങളിലൊക്കെ അങ്ങ് ബിസി ആയി തീരാറുണ്ട്. ഈവൻ ചർച്ചിന്റെ കാര്യങ്ങൾ പോലും നമ്മളങ്ങ് അതിനകത്ത് മാത്രമായിട്ട് അങ്ങ് ബിസി ആയി പോകാതെ നമ്മൾ ഇതെല്ലാം ആവശ്യമാണെങ്കിലും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ആ കർത്താവിന്റെ വരവും ആ പ്രത്യാശയുമാണ്. നമ്മുടെ പുനരുത്ഥാനം അതിനൂടെ നടക്കുമെന്നുള്ള വലിയൊരു പ്രത്യാശയാണ്. അപ്പം അടുത്ത ഒരു ചോദ്യം പൗലോസ് തന്നെ പറയുകയാണ്, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കും. അതാണ് 20ാമത്തെ വാക്യം. ഇന്ന് ആ വാക്യങ്ങൾ തൊട്ടാണ് 20 തൊട്ട് 25 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നാം പഠിക്കേണ്ട, നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഉറയ്ക്കേണ്ട ചില വിഷയങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ സ്ലോയിൽ നമുക്ക് പോയി പഠിച്ചു പോകാനായിട്ട് കർത്താവ് ശരണപ്പെടുന്നു. 20ാമത്തെ വാക്യം വായിക്കാം. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തിയിരിക്കുന്നു. ഇവിടെ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ നിന്ന് ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഫസ്റ്റ് ഫ്രൂട്ട്സ് ഓഫ് ഇതിന്റെ ഒരു ഡോക്ട്രിനാണ് ഫസ്റ്റ് ഫ്രൂട്ട്, ആദ്യ ഫലം. ഇതിനോട് റിലേറ്റഡ് ആയിട്ട് നമുക്കൊന്ന് പഠിച്ചാൽ പഴയ നിയമത്തില് ലേവ്യ പുസ്തകം അതിന്റെ 23ാം വാക്യത്തിന്റെ 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. അവിടെ ആദ്യ ഫലം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് നീരാഞ്ജനം ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതൊന്ന് വായിക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം അതിലെ വിളവെടുക്കുമ്പോൾ നിങ്ങളുടെ കൊയ്ത്തിലെ ആദ്യത്തെ കറ്റ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് പ്രസാദം ലഭിക്കേണ്ടതിന് അവൻ ആ കറ്റ യഹോവയുടെ സന്നിധിയിൽ നീരാജനം ചെയ്യണം. ശബ്ബത്തിന്റെ പിറ്റന്നാൾ പുരോഹിതൻ അത് നീരാജനം ചെയ്യണം. അതെ, അപ്പം അന്ന് ഇസ്രായേൽ മക്കൾക്ക് മോശ മൂലം കൊടുത്ത ഒരു കമാൻഡ്മെന്റ് ആയിരുന്നു, നിങ്ങളുടെ ആദ്യ ഫലം അത് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരണം. അപ്പൊ എന്താണ് ഈ ആദ്യ ഫലം? അവർ കൃഷി ചെയ്യുന്നതിൽ കറ്റ അവർ കൊണ്ടുവരുമ്പോൾ അതിലേറ്റവും ബെസ്റ്റ്, അതിലേറ്റവും ഫലമുള്ള, അവിടെ ഏറ്റവും ബെസ്റ്റിനെ ആദ്യമായിട്ട് ഒരു കറ്റ യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് നീരാജനം ചെയ്യണം. അത് പുരോഹിതൻ നീരാജനം ചെയ്യാന്ന് പറഞ്ഞാൽ പുരോഹിതൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വേവ് ചെയ്തിട്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യം, ഇത് യഹോവയ്ക്കുള്ളത്, ഇതിന് പുറകെ വരുന്ന എല്ലാ കറ്റകളും ഇത് യഹോവയ്ക്കുള്ളത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫസ്റ്റ് കറ്റ ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത്. അത് ഇസ്രായേൽ മക്കൾക്ക് അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു കൽപ്പനയാണ്. അപ്പൊ അതുപോലെ തന്നെ ആണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്, ആദ്യ ഫലമായി ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരിടത്ത് ഒരു കൃഷി അല്ലെങ്കിൽ ഒരു വിളവെടുപ്പ് നടക്കുമ്പോൾ, ഒരു ഹാർവസ്റ്റ് നടക്കുമ്പോൾ ആദ്യ കറ്റ കൊയ്തുവെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, പുറകെയുള്ള കറ്റകളും കൊയ്യും, അല്ലെങ്കിൽ അതും ഈ ഉടനെ ആ കൊയ്ത്ത് നടക്കും. അപ്പൊ ഇവിടെ പറയുന്നു ആദ്യ ഫലം, ആദ്യമായിട്ട് ദ ഫസ്റ്റ് ഓർഡർ അത് ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ക്രിസ്തു കർത്താവിന്റെ സന്നിധിയിൽ മരിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി. തുടർന്ന് ക്രിസ്തുവിന് പുറകെയുള്ള കറ്റകളായ നാമും ദൈവസന്നിധിയിൽ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി. അപ്പം ആ 20ാമത്തെ വാക്യത്തെ വളരെ ശക്തമായി
പൗലോസ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം വളരെ ബോൾഡായിട്ട് ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് അവിടെ എഴുതിയിരിക്കുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യ ഫലമായി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതൊരു വളരെ ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ കാര്യങ്ങളുടെ എല്ലാം പ്രൂഫ് സഹിതം പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. ആദ്യ ഫലമായി ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ എന്താണ് ആദ്യ ഫലം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഫ്രൂട്ട് പ്രോമിസ്, triumph turning point. But now Mark's Paul's shifted from hypothetical despair to confident proclamation of Christ risen. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് ആ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇതുവരെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഹൈപ്പോത്തറ്റിക്കലായിട്ട് പറഞ്ഞു വന്ന് ഇതിന്റെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് എന്താണ് നമ്മുടെ ഹോപ്പ് എന്ന് ചോദിച്ചാൽ, കർത്താവിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഫോൾ ആൻഡ് സ്ലീപ്പ് എന്നാണ് എഴുതിയിരിക്കുന്നത്, നിദ്ര കൊണ്ടവർ. അത് പല ഭാഗങ്ങളിലും നമുക്ക് തുടർന്ന് മേലോട്ടുള്ള പല ഭാഗങ്ങളും വായിച്ചു നോക്കുമ്പോൾ നമുക്ക് നിദ്ര കൊണ്ടവർ എന്നാണ് പറയുന്നത്. അപ്പൊ കർത്താവിൽ മരിച്ചവർ എന്നല്ല, കർത്താവില് ഉറങ്ങുന്നവർ, നിദ്ര കൊണ്ടവർ, അവർ കർത്താവിൽ എഴുന്നേൽക്കുക. നമ്മുടെ മരണവും അതുപോലെയാണ്, ഒരു നിദ്രയാണ്. ഒരു പീരീഡ് ഓഫ് ടൈം നാം ദൈവസന്നിധിയിൽ റെസ്റ്റ് ആയിട്ട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ റൈറ്റ് ടൈമിൽ കർത്താവ് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനായിട്ട് ഇടയാകും. അപ്പം അതാണ് 20-ാം വാക്യത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. 21-ാം വാക്യം വായിക്കാം. മനുഷ്യൻ മൂലം മരണമുണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലമുണ്ടായി. പൗലോസ് ഇവിടെ ഒരു കോൺട്രാസ്റ്റ് വരച്ച് കാണിക്കുകയാണ്. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ്. ഒന്ന് ആദമിനെയാണ് ഇവിടെ ഒരു കോൺട്രാസ്റ്റ് ആക്കി എടുത്തിരിക്കുന്നത്. ആദം മൂലം മരണമുണ്ടായി. വൺ മാൻ ഓപ്പൺ ദ ഡോർ ഓഫ് ഡെത്ത്. ആദാം അനുസരണക്കേട് കാണിച്ചു, പാപത്തിന് വേണ്ടിയിട്ട് താന് അതിൻ്റെ ഡോറ് തുറന്നു കൊടുത്തു. അതോടൊപ്പം തന്നെ മരണത്തിനുള്ള വഴിയും ആദാം തുറന്നു. എന്നാൽ ഒടുവിലെ ആദാമായ യേശു ക്രിസ്തു, ഈ ഓപ്പൺ ദ ഡോർ ഫോർ റിസറക്ഷൻ. ഈ മരണം, നിത്യമായ മരണത്തിൽ നിന്ന് ഉയർപ്പിലേക്കുള്ള ആ ഒരു വഴിയെ തുറന്നത് യേശുവിലൂടെയാണ്. ഇത് രണ്ടും കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നു. ഒരാൾ മരണത്തിന് ഉള്ള വാതിൽ തുറന്നു, ഒരാൾ ഉയർപ്പിനുള്ള വാതിൽ തുറന്നു. ഇനി റോമാലേഖനം ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ നമുക്കൊന്ന് വായിക്കാൻ, ഈ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് വായിക്കാം. ആഡം ആൻഡ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു. എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളതിന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. എന്നാൽ ലംഘനത്തിന്റെ കാര്യവും കൃപാവരത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചുവെങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശുക്രിസ്തുവിന്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഇതിന്റെ ഡീറ്റെയിലേക്ക് നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് ആ ഭാഗങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാം. രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ്.
ഒരുവന്റെ അനുസരണക്കേടിനാൽ മരണം ആണെങ്കിൽ ഒരുവന്റെ അനുസരണത്താൽ താൻ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നത് മൂലം നമുക്ക് നിത്യജീവൻ ഉണ്ടാകുവാനായിട്ടിടയായി, അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനായിട്ടിടയായി. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ആ വലിയ നിറവിനെ, ജീവന്റെ നിറവിനെ നൽകുവാനായിട്ട് അവൻ നമുക്ക് വേണ്ടിയിട്ട് മരണമായി തീർന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വെയിറ്റ് നാം ഒന്ന് മനസ്സിലാക്കണം. എത്രത്തോളം ആഴത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനെയൊക്കെ പലപ്പോഴും ലൈറ്റായി എടുക്കാറുണ്ട്. അത് മാറി എത്രത്തോളം ആഴത്തിൽ നാം അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയമൊക്കെ വളരെ നന്ദിയാൽ നിറയുവാനായിട്ടിടയായി. ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ, വി ഡിഡ് നോട്ട് ചൂസ് ആഡം യെറ്റ് ഇറ്റ്സ് ഫോൾ ബിക്കം അവേഴ്സ്. താൻ ചെയ്ത കുറ്റം നമ്മൾ ഒരിക്കലും ആദാമിനെ ചൂസ് ചെയ്തതല്ല. നമുക്ക് വി ഡിഡ്ന്റ് ഹാവ് എനി ഓപ്ഷൻ. പക്ഷേ ആദം ചെയ്ത പാപത്തിന് അത് നമ്മളിലേക്ക് വരുവാനായിട്ടിടയായി, ആ മരണം നമ്മളിലേക്ക് വരുവാനായിട്ടിടയായി. അതുപോലെ തന്നെയാണ് വി ആർ യുണൈറ്റഡ് ടു ക്രൈസ്റ്റ് ബൈ ഫെയ്ത്ത്, ഹിസ് വിക്ടറി ബിക്കം അവേഴ്സ്. കർത്താവിൻ്റെ ജയം നമ്മുടേതായിട്ട് മാറി. നമ്മൾ വിശ്വാസം മൂലം കർത്താവിനോടുകൂടെ ചേരുമ്പോൾ അവിടെയും നമുക്ക് വേണ്ടി വിശ്വാസത്തിന് ആവശ്യമായ, അല്ലെങ്കിൽ നമ്മുടെ നീതീകരണത്തിന് ആവശ്യമായ, നമ്മുടെ റിസർവേഷന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്രൂശിൽ നിവർത്തിയാക്കിയത് കർത്താവാണ്. അവിടെയും കർത്താവിനോടുകൂടെ നാം വിശ്വാസത്താൽ അവനോടുകൂടെ ചേർന്നത് മൂലം കർത്താവിൻ്റെ ആ വലിയ വിക്ടറി, ആ ബാറ്റിൽ ബിലോങ്സ് ടു ഹിം. കർത്താവിൻ്റെ ആയിരുന്നു ആ ബാറ്റിൽ. അവൻ ആ ബാറ്റിൽ ജയിച്ചത് കൊണ്ട് ആ വിക്ടറി ബിക്കം അവേഴ്സ്. അതാണ് അവിടെ ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് നാം കാണുന്നത്. ദിസ് ഈസ് എ ബ്യൂട്ടി ഓഫ് ഗോസ്പൽ. വി കുഡ് നെവർ ഡു ഫോർ അവർ സെൽഫ്, ക്രൈസ്റ്റ് ഹാസ് ഡൺ ഓൺ അവർ ബിഹാഫ്. അപ്പോൾ നമുക്കൊരിക്കലും ഈ ആദം ചെയ്ത പാപത്തിന് പരിഹാരമാകുവാനോ അത് നമുക്ക് കറക്റ്റ് ചെയ്യുവാനോ കഴിയത്തില്ലായിരുന്നു. പക്ഷേ കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാത്തിനും പരിഹാരമായി നമ്മുടെ കടങ്ങളെ വീട്ടി അവൻ നമ്മൾക്ക് കർത്താവിൻ്റെ കൂടെ റിസറക്റ്റ് ചെയ്യുവാനായിട്ട്, അവനോട് ചേർന്ന് പോകുവാനായിട്ടുള്ള എല്ലാ വഴികളും ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി തന്നു. ഇനി 22ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഇതിൻ്റെ എല്ലാ കണക്ഷൻ നിങ്ങൾ മറന്നു പോകരുത്. 21ാമത്തെ വാക്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് തന്നെ നമുക്ക് 23ാമത്തെ വാക്യം വായിക്കാം. ഇവിടെ ആദ്യ ഫലത്തെക്കുറിച്ച് വായിച്ചു. ഇനി 23ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാത്തിനും ഓരോ നിരയുണ്ട്. ഇറ്റ്സ് ആൻ ഓർഡർ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു പിക്ചർ ഇവിടെ ഇലുസ്ട്രേറ്റ് ചെയ്യുന്നത്, ആദ്യ ഫല കറ്റ, അതുപോലെ കറ്റകൾ ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്നത് പോലെ നാം ഓരോരുത്തരും കർത്താവിൻ്റെ കൂടെ ചേർക്കപ്പെടും. ആദ്യ ഫലം ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നു. ഇത് പുനരുദ്ധാനം കഴിഞ്ഞു. തുടർന്ന് നമ്മുടെ പുനരുദ്ധാനമാണ് ഇനി നാം വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓർഡർ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് പഠിക്കണം. എത്രത്തോളം നമുക്ക് ഇന്ന് ചിന്തിക്കാൻ കഴിയുമോ എന്നറിയത്തില്ല. എങ്കിലും നമ്മുടെ ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് ഹൈ ലെവലിലെങ്കിലും നമുക്കിതൊന്ന് ചിന്തിച്ച് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബട്ട് ഈച്ച് ഓൺ ഓഫ് ഹിസ് ഓൺ ഓർഡർ. അപ്പോൾ ക്രൈസ്റ്റ് ഈസ് ദ ഫസ്റ്റ് ഫ്രൂട്ട്. ആ ഒരു കാര്യം കഴിഞ്ഞു, അത് പാസ്റ്റാണ്, അത് നമുക്കെല്ലാം അറിയാം. ആ കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. ആഫ്റ്റർവേർഡ് ദോസ് ഹു ആർ ക്രൈസ്റ്റ് അറ്റ് ഹിസ് കമ്മിങ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഈ കൊരിന്ത്യ സഭയിൽ അവർക്ക് പുതിയ നിയമമില്ല, ലേഖനങ്ങളില്ല. അവർ ഈ പഴയ നിയമത്തിൽ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുടെയും ആ പ്രസംഗങ്ങളിലൂടെയൊക്കെയാണ് അവരിത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഇത്ര വളരെ വ്യക്തമായിട്ട് പൗലോസിന് എഴുതുവാനായിട്ട് ഇടയായത്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ ലേഖനങ്ങളും വളരെ വ്യക്തമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഉള്ളപ്പോൾ നാം ഈ കാര്യത്തിൽ വളരെ നല്ല ഉറപ്പ് ഉള്ളവരായിരിക്കണം എന്നുള്ള ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഈ ഓർഡറൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ആദ്യം ക്രൈസ്റ്റ് റോസ് ഫസ്റ്റ് ആസ് എ ഗ്യാരണ്ടി. കർത്താവിൻ്റെ ആദ്യ കറ്റയുടെ കൊയ്ത്ത് കഴിഞ്ഞെങ്കിൽ തുടർന്നുള്ള കറ്റകളും തീർച്ചയായിട്ടും കൊയ്യപ്പെടും, അല്ലെങ്കിൽ ആ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. അതാണ്. രണ്ടാമത് ചർച്ചിൻ്റെ ലിവിങ് ബിറ്റ്വീൻ ദ ടൈംസ്. നമ്മളിപ്പം ഇനി രണ്ടാമത് നടക്കുന്ന റിസറക്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ റിസറക്ഷനാണ്.
So we live in the gap between the first fruit and the full harvest. ആദ്യഘട്ട കൊയ്തു തുടർന്നുള്ള ആ കൊയ്ത്തിന്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. അതിന് ഇച്ചിരി സമയമെടുത്തു എങ്കിലും കർത്താവ് എത്രയും വേഗം വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ നാം എല്ലാം ഇങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുകയാണ്. ഇതുവരെ വന്നിട്ടില്ല എങ്കിലും നമ്മുടെ ഏറ്റവും വലിയ പ്രോമിസ് കർത്താവ് പിന്നെയും വരും. നമ്മളെല്ലാവരും കർത്താവിനൂടെ ചേർക്കപ്പെടും. അപ്പൊ ഇതിനകത്ത് അതിനുശേഷം നടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഈ കർത്താവ് വരുമ്പോൾ, മേഘത്തിൽ വരുമ്പോൾ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് ഒന്ന് ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 16 to 17 നമുക്ക് കാണാം. ഒന്ന് വായിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ദൈവസഭയെ കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രത്യാശ, കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു ഇന്ന് ആ ശരീരത്തിന്റെ ഭാഗമായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരുടെയും ഏറ്റവും വലിയ പ്രത്യാശ കർത്താവ് മേഘത്തിൽ വരികയും നാം കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ, പിന്നെ ജീവനോടിരിക്കുന്ന നാമും കർത്താവിനോടുകൂടെ ചേരും. വലിയ പ്രത്യാശ എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ ചേരുന്ന മാത്രമല്ല, പിന്നെ ഒരിക്കലും അവനിൽ നിന്ന് വേർപിരിയാതെ അവനോട് ചേർന്ന് നടക്കുക എന്നുള്ള വലിയൊരു പ്രത്യാശ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കൂടെങ്കിലും ഇത് ഓർത്ത് കർത്താവിൽ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. ഒരിക്കൽ നാം കർത്താവിനോട് ചേർന്നാൽ പിന്നെ നാം ഒരിക്കലും കർത്താവിൽ നിന്ന് വേർപെടാതെ യുഗായുഗമായിട്ടുള്ള ഒരു കർത്താവിനോട് ചേർന്ന് ആ പ്രസൻസിൽ നടക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കഴിയുമെന്നുള്ളത് വലിയൊരു സത്യമാണ്. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 50, 51, 52 വാക്യങ്ങളിലും ഇത് തന്നെ നാം കാണുന്നു. നമ്മുടെ ആ ഉയർത്തെഴുന്നേൽപ്പ് ദൈവസഭയുടെ പുനരുത്ഥാനത്തെ കുറിച്ച് ഒന്ന് വായിക്കാം. 51, 52 വാക്യങ്ങൾ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഇത്ര വലിയൊരു പ്രത്യാശ, അതാണ് ദൈവസഭയുടെ പ്രത്യാശ. നാം എല്ലാവരും ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ നോക്കി പാർക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനുശേഷം സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളൂടെ ഒന്ന് പറഞ്ഞു പോകാം. അന്നേരം അടുത്ത വാക്യം നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ നടക്കുന്നതാണ് 7 വർഷം, 3.5 വർഷത്തിന് ഇവിടെ ലോകത്തിൽ നടക്കുന്ന ഒരു ട്രിബുലേഷൻ ടൈം. അന്ന് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും വിഷയങ്ങളുമൊക്കെ ഭൂമിയിൽ സംഭവിക്കുന്ന 7 വർഷത്തെ ഒരു ട്രിബുലേഷൻ ടൈം. അന്ന് അത് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 27-ാം വാക്യവും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 21 വാക്യങ്ങൾ, പിന്നെ പുറപ്പാട് പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം തൊട്ട് 19-ാം അധ്യായം വരെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വായിക്കണം. ഇന്ന് വായിപ്പിക്കാൻ സമയമില്ലല്ലോ. ട്രിബുലേഷൻ ടൈമിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നുള്ള കാര്യമൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നതും പഠിക്കുന്നതും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വളരെ 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 അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ പലരും ചിന്തിക്കും, അതൊക്കെ എന്തിനാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളിത് വായിച്ചു കഴിഞ്ഞാൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടവും ഈ സാൽവേഷൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ട്രിബുലേഷൻ ടൈമിനെ കുറിച്ച് നിങ്ങളൊന്ന് നന്നായിട്ട് പഠിക്കണം. 7 വർഷമാണ് ട്രിബുലേഷൻ ടൈമിനെ കുറിച്ച് ദൈവവചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുശേഷം കർത്താവിൻ്റെ 2ാമത്തെ വരവ്, ഇസ്രായേൽ മക്കൾ ഇവിടെ പീഡിപ്പിക്കപ്പെടും. അവർ പിന്നെ വെട്ടിയെടുത്ത പാറയിലേക്ക് അവർ നോക്കും. അവർക്ക് വേണ്ടിയിട്ട് കർത്താവ് വരുന്നതും അത് റെവലേഷൻ 19-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ കുറിച്ച് കാണുന്നു. ഒന്ന് വായിക്കാം. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന പേർ. അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. അവന് ദൈവവചനം എന്ന പേർ പറയുന്നു. സ്വർഗത്തിലെ
സൈന്യം നിർമ്മലവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച് വെള്ളക്കുതിരപ്പുറത്ത് കയറി അവനെ അനുഗമിച്ചു. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മെതിക്കുന്നു. രാജാതി രാജാവും കർത്താതി കർത്താവും എന്ന നാമം അവന്റെ ഉടുപ്പിന്മേലും തുടമേലും എഴുതിയിരിക്കുന്നു. Praise God. ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയാം നിങ്ങളൊക്കെ ഇത് വായിച്ചിട്ടുണ്ട്. എങ്കിലും ഇതൊന്ന് ധ്യാനിക്കണം, ഇതിന്റെ ആഴത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൊന്ന് മനസ്സിലാക്കണം, ട്രൈ ടു വിഷ്വലൈസ്. ഇതൊക്കെ നടക്കാൻ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അന്ന് ആന്റി ക്രൈസ്റ്റ് ആൻഡ് ഫാൾസ് പ്രോഫറ്റ്, അർമഗദോൻ യുദ്ധവും അതിനുശേഷം ഇവരെ ചങ്ങലയിലാക്കുകയും പിന്നെ ഒരു മില്ലീനിയൽ കിങ്ഡം 1000 വർഷം കർത്താവിൻ്റെ വാഴ്ച, അത് 20-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, റെവലേഷൻ തന്നെ അതിൻ്റെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നു. പെട്ടെന്നൊന്ന് വായിച്ചു പോകാം. അനന്തരം ഒരു ദൂതൻ അഗാധത്തിലെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചുപൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാതിരിക്കുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൊള്ളാതിരിക്കുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തെ കുറിച്ച് അവിടെ പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ അന്ന് 1000 ആണ്ടിലെ വാഴ്ച എങ്ങനെയാണെന്നുള്ള കാര്യം പ്രവാചകൻ പറയുന്നത് അതുകൊണ്ടൊന്ന് വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടുകുട്ടിയോടുകൂടെ കിടക്കും. പശുക്കിടാവും ബാലസിംഹവും തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. പശു കരടിയോടുകൂടെ മേയും. അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും. സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും. മുല കുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും. മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും. ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അന്ന് 1000 ആണ്ടില് ഒരു വാഴ്ചയെക്കുറിച്ചുള്ള ഒരു പിക്ചറാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അന്ന് ഈ വന്യജീവികളും ജന്തുക്കൾ പോലും യാതൊരു വിധമായ ഹാംസും ആർക്കും ഉണ്ടാക്കാതെ വണ്ണമുള്ള അങ്ങനെയുള്ള 1000 ആണ്ട് ഭരണം, അത് നമ്മുടെ കർത്താവും ദൈവസഭയും കൂടെ ഭൂമിയിൽ വന്ന് ഈ ദൈവസഭ ലോകത്തെ വാഴുന്ന 1000 ആണ്ട്, അതിനുശേഷം ഈ 1000 ആണ്ടിൻ്റെ അവസാനം ആണ് പിശാചിനെ അല്പകാലത്തേക്ക് ആ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുന്നത്. ഈ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുമ്പോൾ പിശാച് പിന്നെയും വന്ന്, പിശാച് മാനസാന്തരപ്പെടുന്നതൊന്നുമല്ല, പിശാച് പിന്നെയും വന്ന് ജനത്തെ പിന്നെയും ഇളക്കുന്നു. ആ സമയത്താണ് ഗോഗ് മാഗോഗ് യുദ്ധത്തെക്കുറിച്ചുമൊക്കെ നാം കാണുന്നു. അവിടെ കർത്താവിനെതിരെ തിരിയേണ്ട ഒരു ജനതയെ, അല്ലെങ്കിൽ അത്ര വിക്കഡായിട്ടുള്ള ഒരു ജനതയെ പിന്നെയും ഈ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷവും ആ ദൈവത്തിനെതിരായിട്ട് അവരെ വശീകരിച്ച്, അവരെ വഞ്ചിച്ച്, ഇൻഫ്ലുവൻസ് ചെയ്ത് പിശാച് വലിയൊരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് നമുക്ക് കാണാം. 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ 2 തെസ്സലോനിയൻസ് 1:9 അത് തന്നെ പറയുന്നു. റെവലേഷൻസ് 20-ാം അധ്യായത്തിന്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കാം. അല്ലെ 12 മുതൽ 15 വരെയുള്ള വാക്യം വായിച്ചാൽ മതി. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന്റെ മുൻപിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു.
ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇവിടെ ഒരു രണ്ടാമത്തെ മരണത്തെ കുറിച്ച് പറയുന്നു. ഇവിടെ പറയുന്നു സമുദ്രം തങ്ങളുടെ മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന്. അങ്ങനെ ഞാൻ ചിന്തിക്കുകയായിരുന്നു പെട്ടെന്ന്. ഈ സമുദ്രത്തെ ചാടി സൂയിസൈഡ് ചെയ്ത ആൾക്കാരെ എല്ലാം ഈ സമുദ്രം എന്ത് ചെയ്യും? ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ എങ്ങും മനുഷ്യർക്ക് മരണം കൊണ്ട് രക്ഷപ്പെടാനായിട്ട് കഴിയത്തില്ല. കർത്താവിലല്ലാത്ത ഒരു വ്യക്തികൾ പോലും ഈ രണ്ടാമത്തെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് കഴിയത്തില്ല. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂയിസൈഡ് ചെയ്തോ അല്ലാതെ മരിച്ചോ എങ്ങനെയായിരുന്നാലും ഈ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതായിട്ട് വരും. വളരെ സീരിയസ് ആയിട്ട് ഉള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നാം ഒന്നും ചിന്തിക്കാറില്ല. അപ്പോൾ ഈ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ ആ നാശകരമായ തീപ്പൊയ്യയിലേക്ക് പോകും. ഇവിടെ തന്നെ ഈ ഓർഡർ പറയുമ്പോൾ തന്നെ രണ്ട് ഓർഡർ നമ്മൾ കാണുന്നു. ഒന്ന് ക്രിസ്തു, ആദിഫല കറ്റയായ ക്രിസ്തു പുനരുദ്ധാനം ചെയ്തു. ദൈവസഭ അതിനോട് ചേർന്ന് പോകുന്നു. അതുപോലെ തന്നെയാണ് ഈ പിശാചിന്റെ കാര്യത്തിലും. ആന്റി ക്രൈസ്റ്റിനെ ആദ്യം പിടിച്ച് ഈ തീപ്പൊയ്യയിലിടുന്നു. അതിനുശേഷം ഇവിടുന്ന് ന്യായവിധിക്ക് ശേഷം വലിയൊരു കൂട്ടവും ഈ ആന്റി ക്രൈസ്റ്റിന്റെ കൂടെ നരകത്തിലേക്ക് പോകുന്നു. അപ്പൊ ഈ എങ്ങോട്ടാ പോകേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ തീരുമാനിക്കാം. ഇന്ന് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ സുവർണമായ ഒരു അവസരമാണ് കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാനും കർത്താവിനോട് കൂടെ വാഴുവാനുമായിട്ടുള്ള വലിയൊരു ഫ്രീ വില്ല് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ കാലങ്ങളൊക്കെ കഴിയുവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു. ഏത് നിമിഷവും ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെട്ടാൽ പിന്നെ രക്ഷയില്ല. പിന്നെ ട്രിബുലേഷനിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. വലിയ ഭാരത്തിലൂടെ, ബുദ്ധിമുട്ടുകളിലൂടെ ഒക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. അതിനുശേഷം ഈ അവസാനത്തെ ഫൈനൽ ജഡ്ജ്മെന്റിൽ അവിടെ ഒരു ദേഹവും രക്ഷപ്പെടത്തില്ല. അവിടെ വേറൊരു ചാൻസ് ഇല്ല. പിശാചിന്റെ കൂടെ അഗ്നിതരകത്തിൽ തള്ളിയിട്ട് ഒരു വലിയ കൂട്ടം, ജാതികളിൽ നിന്ന് വലിയൊരു കൂട്ടം പിശാചിനോട് ചേരുവാനായിട്ട് ഇടയാകുന്നു. ഈ രണ്ടും ഇറ്റേണിറ്റി ആണെന്നുള്ള കാര്യവും മറന്നു പോകരുത്. ഒന്ന്, കർത്താവിൻ്റെ കൂടെ ചേരുന്നതും ഇറ്റേണിറ്റിയാണ്. പിശാചിൻ്റെ കൂടെ ചേരുന്നതും അതും ഒരിക്കലും അവസാനിക്കുന്നില്ല, അതും കണ്ടിന്യൂ ചെയ്യുന്നു. 24-ാമത്തെ വാക്യം, അത് നാം ചിന്തിച്ച അതേ ഇത് തന്നെയാണ്. Then comes the end. He delivers the kingdom to God the Father. Then he puts an end to all rules and all authority and power. ഇതൊരു ഫൈനൽ ചാപ്റ്റർ ആണ്. പോൾ ഇവിടെ അതിൻ്റെ ഏറ്റവും അവസാനം എന്ത് സംഭവിക്കുന്നു? Christ's reign is not spiritual, it is total and cosmic in scope. Nothing that resists God's will shall survive. ഇവിടെ കർത്താവിൻ്റെ ആ രണ്ടാമത്തെ വരവിൽ അവൻ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു കാര്യം 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പിന്നെ അവസാനം, അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. ഇത് എൻഡാണ്. അപ്പം ഇവിടെ ഇതുവരെ കർത്താവ് നമ്മുടെ പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യേശുക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഇതുവരെ അവൻ നമ്മുടെ അഡ്വക്കേറ്റ് ആണ്, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നമ്മുടെ വന്നുപോയിട്ടുള്ള കുറവുകളെയൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നാം ഉപേക്ഷിച്ച് ദൈവസന്നിധിയോട് നാം നിരപ്പ് പ്രാപിക്കുമ്പോൾ നമുക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത്. എന്നാൽ ഈ പക്ഷപാതം ചെയ്യുന്ന യേശുക്രിസ്തു ഇനിയും ജഡ്ജായിട്ട്, രാജാവും കർത്താവുമായിട്ട് അവൻ സിംഹാസനത്തിൽ ഇരുന്ന് ജഡ്ജായിട്ട് വാഴാനായിട്ട് പോകുമ്പോൾ ഈ പരിപാടിയൊന്നും നടക്കത്തില്ല. പിന്നെ ഇന്റർസെഷൻ ഒന്നും നടക്കത്തില്ല. അന്നേരം യാതൊരു അപ്പീലും നമുക്ക് കൊണ്ടു ചെല്ലുവാനായിട്ട് കഴിയത്തില്ല. അന്നേരം ന്യായവിധി മാത്രമേ സംഭവിക്കത്തുള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണേ, നമ്മുടെ വക്കീലിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചേക്കല്ലേ. നമ്മുടെ വക്കീല്
ഒരു സുപ്രഭാതത്തിൽ ജഡ്ജായി മാറിയാലുള്ള ഒരു അവസ്ഥ, അത് തന്നെയാണ് അതിൻ്റെ എൻഡ് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഓൾ അതോറിറ്റി അബോളിഷ്ഡ്. അപ്പം എല്ലാ വാഴ്ചകളും അധികാരങ്ങളും എല്ലാത്തിനെയും ആയുധവർഗം വെപ്പിച്ച് കർത്താവ്, ഇപ്പോഴും കർത്താവ് തന്നെ രാജാവായിട്ട് വാഴുന്നു, സകലത്തിനെ ആയുധവർഗം വെപ്പിച്ചുവെങ്കിലും അന്ന് ഈ ലോകത്തിലുള്ളതും സ്പിരിച്വൽ വേൾഡിലുള്ളതിനെ സകലത്തിനെയും അവന് all authority will be abolished. And son submission, Christ delivered the kingdom to fathers, is not only loss of glory but the completion of his mission. അന്നാണ് കർത്താവിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. കർത്താവ് ഭൂമിയിൽ വന്നു, നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു. ഇതുകൊണ്ട് അവൻ്റെ മിഷൻ കംപ്ലീറ്റ് ആകുന്നില്ല. കർത്താവിൻ്റെ വരവിൽ ഈ ഭൂമിയെ റീസ്റ്റോർ ചെയ്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുമ്പോഴാണ്, ഒരു റീസ്റ്റോർഡ് ക്രിയേഷൻ നടന്നു കഴിയുമ്പോഴാണ് കർത്താവിൻ്റെ ആ ഫുൾ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ 25-ാമത്തെ വാക്യം, അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. സങ്കീർത്തനത്തിൽ ഇതിനെ കോട്ട് ചെയ്തിട്ടുണ്ട്. ദാവീദ് ആത്മാവിൽ നിറഞ്ഞ് ഇത് കോട്ട് ചെയ്തിട്ടുണ്ട്. 110:1. കേൾക്കുന്നില്ല. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 36-ാം വാക്യം കൂടെ 12. കർത്താവ് എൻ്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് അരുളി ചെയ്തു എന്ന് ദാവീദ് തൻ്റെ പരിശുദ്ധാത്മാവിനായി പറയുന്നു. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി ദാവീദ് അന്നൊരു പ്രവചനം പോലെ പറയുന്നു. അത് ഈ കാര്യമാണ് പറയുന്നത്. ഇന്ന് സകല ശത്രുവിനെയും പാദപീഠമാക്കുവോളം അതിൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് കർത്താവിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവ് അന്ന് മാത്രമല്ല, കർത്താവ് ഓൾറെഡി ജയിച്ചവനാണ്. അതാണ് എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. അതുകൊണ്ടൊന്ന് വായിച്ചത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. നീ അവനെ അധിപതിയാക്കി സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് ഒരുവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കാൽ കീഴായതിൽ ഒന്നിനെയും കീഴ്പ്പെടുത്താതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. ക്രൈസ്റ്റ് ഈസ് നോട്ട് വെയിറ്റിംഗ് ടു റെയിൻ, ഹി ഈസ് റെയിനിങ് നൗ ആൻഡ് സീറ്റഡ് അറ്റ് ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഫാദർ. പിതാവിന്റെ വലത്തുഭാഗത്ത് അവൻ ഇരിക്കുന്നു. ഹി എക്സസൈസ് ദ അതോറിറ്റി ഓവർ ഓൾ ക്രിയേഷൻ. എങ്കിലും ദ കിങ്ഡം ഓഫ് ഗാഡ് ഈസ് നോട്ട് ഓൺലി ഫ്യൂച്ചർ, ഇറ്റ് ഈസ് ബ്രേക്കിംഗ് ഇൻ ടു പ്രസന്റ് ത്രൂ ഹിസ് സോവറിൻ റൂൾ. ഇതിന്റെ ഒരു പൂർണ്ണത നാം ഈ വെളിപ്പാട് പുസ്തകത്തിലാണ് കാണുന്നത്. സകലത്തിനെ സകലത്തിനെ അവന്റെ പാദപീഠമാക്കിയെങ്കിൽ പോലും അതിൻ്റെ ഒരു പൂർണ്ണത, ഇതിന്റെ കംപ്ലീറ്റ് സ്പിരിച്വൽ വേൾഡ് മാത്രമല്ല, ഈ ഫിസിക്കലായിട്ടുള്ള വേൾഡും കംപ്ലീറ്റ് ഒരു റീസ്റ്റോർ ചെയ്യുന്നത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതാണ് ദ കംപ്ലീറ്റ് വിക്ടറിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 25-ാമത്തെ വാക്യത്തിൽ നമുക്കിവിടെ നിർത്താം. സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. നമ്മുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി, കഴിഞ്ഞ കാലങ്ങളിൽ എന്താണ് പാസ്റ്റ് നടന്നത്, കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ആദ്യഘട്ട ആയ അവൻ, ആദ്യഫലമായ അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു, നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ പരിഹാരമായി തീർന്നു, നമുക്ക് വേണ്ടി കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് കർത്താവ് പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നീ ദൈവസഭയെ ചേർക്കുവാനായിട്ട് കർത്താവ് വരും. ആ ഒരു പ്രത്യാശയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. നമ്മുടെ കർത്താവ് ഏറ്റവും വേഗം വരുമെന്നുള്ള പൂർണ്ണമായ ഒരു പ്രത്യാശ നമുക്കുണ്ട്. ആ പ്രത്യാശയിൽ നാം എല്ലാവരും എടുക്കപ്പെടണം. ഇന്ന് ആരെങ്കിലും കർത്താവിനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ, ഇന്നത്തെ ഈ വചന പഠനം അതിൻ്റെ ആ സീരിയസ്നെസ് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നാം സ്റ്റെപ്പുകൾ എടുത്തു വയ്ക്കണം. അതുപോലെ തന്നെ ഇന്ന് കർത്താവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ വലിയ പ്രത്യാശ നമ്മളെ ഈ ദിവസങ്ങളിൽ നയിക്കുവാനായിട്ടിടയാകട്ടെ. നമ്മൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വെച്ചിരിക്കുന്നവരല്ല, കർത്താവിൻ്റെ ആ വരവിൽ പ്രത്യാശ വയ്ക്കുന്നു. ഇനി കാണാൻ പോകുന്ന കാര്യങ്ങൾ, സംഭവങ്ങളൊക്കെ
നമ്മുടെ ഇമാജിനേഷനും ഒക്കെ അപ്പുറമാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് മനസ്സിലാകുന്ന ഇതിൻ്റെയൊക്കെ ഒരു അംശം മാത്രമേ ഈ വചനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുള്ളൂ. ഇതിൻ്റെയൊക്കെ എത്രയോ ഇതൊന്ന് കാണുമ്പോൾ, ഇത് യോഹന്നാന് കിട്ടിയ വെളിപ്പാടിൽ താൻ എഴുതിയപ്പോൾ എത്രത്തോളം താൻ എഴുതിയെന്നോ അല്ലെങ്കിൽ അതിൻ്റെ എത്രത്തോളം വ്യാപ്തി എഴുത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ വളരെ വലിയ സംഭവങ്ങൾ ഇന്ന് ലോകത്തിൽ ഇനി നടക്കുവാനായിട്ട് പോകുന്നു. ആ ഒരു വലിയ പ്രത്യാശയിലാണ് ദൈവവേദനയിൽ നാം ഓരോരുത്തരും ജീവിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ആയിരിക്കാം. നമ്മുടെ ജീവിതത്തെ വളരെ കെയർഫുള്ളായിട്ട് ദൈവസന്നിധിയിൽ കഴിക്കുവാനായിട്ട് ഓരോ ദിവസങ്ങളും ദൈവം നമുക്ക് നൽകുന്നതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ടൈമിനെ സ്പെൻഡ് ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.